പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത് ഞങ്ങളുടെ പ്ലാവയിൽ ചക്കയായി വരുന്നതാണ്, കണ്ടോ. ഇത് ലേറ്റായിട്ടാണ് ഞങ്ങളുടെ പ്ലാവിലുണ്ടാവുന്നത്. മെയ് ഒക്കെ ആകും ഇതൊന്ന് വിളയണമെങ്കിൽ. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു ചക്കപ്പുഴുക്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് ഒരു ചക്ക തന്നിട്ടുണ്ട്. അപ്പോൾ ആ ചക്കപ്പുഴുക്കാണ് ഇന്നത്തെ വീഡിയോയിൽ. അതിനുവേണ്ടി ചേട്ടൻ ചക്ക മുറിച്ചിട്ട് റെഡിയാക്കി തന്നിട്ടുണ്ട്. ഇനി അതെല്ലാം നല്ലതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ചക്കച്ചുള എല്ലാം ചേട്ടൻ ഇങ്ങനെ അടത്തി തന്നിട്ടുണ്ട്. ഇനി ഇത് ഞാനൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ രാവിലത്തെ കുറച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. രാവിലെ പിള്ളേരെ സ്കൂളിലൊക്കെ വിടണം. അപ്പോൾ അതിനുവേണ്ടി ബ്രേക്ക്ഫാസ്റ്റും ചോറും കറിയൊക്കെ വെച്ച് അതിന് ശേഷമാണ് ചക്കയിലോട്ടിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പിള്ളേരെ സ്കൂളിൽ ഒരുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. മോള് പോയില്ല, പോകാനായിട്ട് അവിടെ നിൽപ്പുണ്ട്. അങ്ങനെ ഞാൻ ചക്കയെല്ലാം കൂടെ അരിഞ്ഞെടുക്കുകയാണ്. അപ്പം മോള് സ്കൂളിൽ പോകാൻ റെഡിയായി. എന്നോട് പറയുക ഇച്ചിരി ഉപ്പേരി ഉണ്ടാക്കി തരണേന്ന്. ഞാൻ പറഞ്ഞു വൈകിട്ട് വരുമ്പോഴത്തേക്ക് ഉണ്ടാക്കി വെച്ചേക്കാം. അങ്ങനെ മോള് സ്കൂളിൽ പപ്പാടെ കൂടെ പോവാണ്. ഞാൻ അപ്പോഴത്തേക്ക് ചക്കയെല്ലാം കൂടെ അരിഞ്ഞെടുക്കുന്നുണ്ട്. കുറച്ച് കുഞ്ഞിന് ഉപ്പേരി, പിന്നെ വേവിക്കാനും. ചക്കപ്പുഴുക്ക് ഈ വർഷത്തെ ആദ്യത്തെ ചക്കപ്പുഴുക്കാണ്. അങ്ങനെ ഞാൻ ചക്കയെല്ലാം വൃത്തിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വലിപ്പം പല വലിപ്പമായിപ്പോയി. ധൃതി പിടിച്ച് രാവിലത്തെ കുറേ പണികളെല്ലാം കഴിഞ്ഞ് എടുത്തതാണ്. അപ്പം അങ്ങനെ ചക്ക ഏത് രീതി വേണേലും അരിയാം. വട്ടത്തിലാണ് അരിയുന്നത്. കനം കുറച്ച് അരിയാം, ഇച്ചിരി വലിപ്പത്തിൽ അരിയാം. വേവുന്ന അനുസരിച്ചിരിക്കും ചക്കയുടെ. ചക്ക ഞാനെല്ലാം കൂടെ വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. കഴുകി ഞെരടി, അത് നല്ല അഴുക്കൊന്നുമില്ല. അപ്പം എന്നാലും നല്ലവണ്ണം 2-3 വട്ടം വെള്ളം ഒഴിച്ച് കഴുകി അതിൻ്റെ ഞെരടി എല്ലാം എടുത്ത് വേറൊരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഇതിലാണ് വേവിക്കാൻ വെക്കുന്നത്. ഇനി ഒരു 5-6 ചക്കക്കുരുവും കൂടെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചക്ക വേവിക്കാൻ നേരം ചക്കക്കുരുവും കൂടെ ഇടണമെന്നാണ് അതിൻ്റെ ശാസ്ത്രം. അല്ലെങ്കിൽ ചക്കയ്ക്ക് ഭയങ്കര വിഷമമാകും. എൻ്റെ മക്കളാരും എൻ്റെ കൂടെ വന്നില്ലല്ലോ എന്ന്. അങ്ങനെ കുറച്ച് ചക്കക്കുരുവും കൂടെ വേവിക്കാനിടുന്നുണ്ട്. ഇച്ചിരി കൂടുതൽ വേണേൽ ഇടാം. ഞാൻ സമയമില്ലാത്തത് കൊണ്ട്. ഇനി ഇതെല്ലാം ഉപ്പേരിക്കും വറുത്ത് കോരി എടുക്കണമല്ലോ. പിന്നെ 1 മണിക്ക് ചോറ് കഴിക്കുമ്പോഴത്തേക്കെല്ലാം ആവണമല്ലോ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ കുറച്ച് ചക്കക്കുരുവേ ചേർത്തുള്ളൂ. അപ്പോൾ ഇതിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. ഒരുപാട് വെള്ളമൊന്നും വെക്കണ്ട. 1 ഗ്ലാസ് വെള്ളമൊക്കെ മതിയാകും. ചക്കയിൽ നിന്ന് വെള്ളമൊക്കെ ചിലപ്പോൾ ഇറങ്ങും. അപ്പം മഴ പെയ്യാത്തത് കൊണ്ട് വെള്ളം കുറവായിരിക്കും. എന്നാലും ചിലപ്പോൾ ഇച്ചിരി കൂടെ വേണ്ടി വരും വെള്ളം. ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് വേണമെങ്കിൽ പിന്നെ ചേർക്കാവുന്നതാണ്. ഇതിന് ശേഷം ഒരു അടപ്പ് വെച്ച് അടച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ തീ കൂട്ടിയിട്ടേക്കുവാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലവണ്ണം ഒന്ന് ഇളക്കിയ ഉപ്പൊക്കെ ഒന്ന് പിടിച്ചെടുക്കണം. അതുവഴി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇടയ്ക്ക് അടച്ചും വെക്കണം. അതിനുവേണ്ടി അരപ്പിന് വേണ്ടി നാളികേരം ചിരകിയത്, ഒരു വെളുത്തുള്ളി, 1 കുടം വെളുത്തുള്ളി, ഒരു 10-12 കാന്താരി, കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ജീരകം വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാവുന്നതാണ്. എനിക്കിവിടെ ജീരകത്തിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ഇനി ഇതെല്ലാം കൂടെ അരകല്ലിലൊന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ചക്ക ഇടയ്ക്ക് വെന്തോ എന്നൊക്കെ നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാനതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നോക്കുന്നുണ്ട് വെന്തോന്നറിയാൻ. വെന്ത് വരുന്നുണ്ട്. വീണ്ടും ഇത് അടച്ചൊന്ന് വെക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരപ്പ് ചേർത്ത് അരപ്പ് അരച്ച ആ വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വീണ്ടും ഒന്ന് ചെറിയ തീ വേവിച്ചെടുക്കണം. ഇനിയിപ്പോൾ തീ കൂട്ടിയിടല്ലേ, കാരണം ഇത് അടുക്കി പിടിക്കും. ആദ്യം തീ കൂട്ടിയിടണം. ചക്ക വെന്ത അരപ്പെല്ലാം ചേർത്തതിന് ശേഷം തീ കുറച്ചിടണം, അല്ലെങ്കിൽ ഇത് അടിയിൽ കരിഞ്ഞു പിടിക്കും. ഇനി ഇത് ഒന്ന് കുറേ നേരം ആവി വന്നതിന് ശേഷം ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. പിന്നെ കാന്താരി വെച്ചുണ്ടാക്കുന്നതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. കാന്താരി കൊളസ്ട്രോളിന്, പിന്നെ പ്രഷറിന് തുടങ്ങിയ അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ്. അപ്പം കാന്താരിക്ക് പച്ചമുളകിനെക്കാട്ടി ടേസ്റ്റ് കാന്താരി ചേർത്തുണ്ടാക്കുന്നതിനാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. നല്ലതായിട്ടൊന്ന് കുഴച്ച് ഇളക്കി എല്ലാം കൂടെ എടുക്കണം. ഇക്കൂട്ടത്തിൽ ഞാൻ കുറച്ച് ചിപ്സ് കൂടെ ഉണ്ടാക്കുന്നുണ്ട്.
അപ്പോൾ 2 ജോലിയും കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിപ്സും ഉണ്ടാക്കി അതിലോട്ടും ഒരു നോട്ടം പോകണം, ചക്ക വേവിക്കുന്നതിലോട്ടും ഒരു നോട്ടം പോകണം. അപ്പോൾ രണ്ടും കൂടെ ഒന്നിച്ച് ചെയ്യുവാണ്. അങ്ങനെ ചിപ്സ് വറുത്ത് കോരുന്നുണ്ട്. ഇനി ഇതൊന്ന് താളിച്ച് കൊടുക്കുന്നുണ്ട് ചക്ക വേവിച്ചതിൻ്റെ അകത്ത്. അതിന് വേണ്ടി 5-6 അല്ലി ചെറിയ ഉള്ളി, 2-3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇവിടെ ഇല്ലായിരുന്നത് കൊണ്ട് ചേർക്കുന്നില്ല. കടുക് വേണമെങ്കിൽ ചേർക്കാം, അരി വറുത്തത് വേണമെങ്കിൽ ചേർക്കാം, അരി വേണമെങ്കിൽ വറുത്ത് കൊടുക്കാം, അങ്ങനെയൊക്കെ ചേർക്കാം, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇതൊന്ന് നന്നായി ഒന്ന് മൂപ്പിച്ചിട്ട് ആ ചക്ക വേവിച്ചതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ കുറച്ച് പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയെടുത്താലും മതി. അടച്ചു വെച്ചിട്ട് ഇളക്കിയെടുക്കണം. ഞാനതിന് പകരം ഇങ്ങനെ വറവിട്ട് കൊടുക്കുകയാണ്. ഇതൊരു പ്രത്യേക ഒരു ടേസ്റ്റ് വരും. കറിവേപ്പില ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റാണ്. വേണമെങ്കിൽ 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ഈ കടുക് വറക്കുന്ന കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. ഞാനതൊന്ന് ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ച് അതിലിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്, അത് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ചക്കപ്പുഴുക്ക് ഇവിടെ റെഡിയായി. 2025 ആദ്യത്തെ ചക്കപ്പുഴുക്കാണ്. വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചക്കയ്ക്ക് ടേസ്റ്റ് കുറയും. ഈ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ ഇപ്പോഴാണ് ഈ ചക്ക കഴിക്കാൻ നല്ല ടൈം. അങ്ങനെ കുറച്ച് ചക്ക ഉപ്പേരിയുമായി, കൂട്ടാൻ മീൻകറിയുമായി, ചക്കപ്പുഴുക്കുമായി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇനി അത് ഞാനൊന്ന് കഴിക്കാനെടുക്കുന്നുണ്ട്. ഒരു കഷ്ണം മീൻകറി, കുറച്ച് ചക്കപ്പുഴുക്കും കൂടെ. ഞാനെപ്പോഴും ഇങ്ങനെ ഒരു വാഴയില എടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ അകത്തിട്ട് കഴിക്കും. വാഴയിലക്കകത്തിട്ടുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ വേറൊരു വീഡിയോയുമായിട്ട് ഇനി വരാം. ചക്കയുപ്പേരി, ചക്കപ്പുഴുക്ക്, മീൻകറി, അങ്ങനെ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു.